ഹായ് ഹലോ ഒരുപാട് നാളായിട്ട് ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്നിപ്പോൾ പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. കുറച്ച് വൈകി പോയിട്ടോ. അങ്ങനെ ഇതാക്കാൻ നമ്മൾ നേരം പോലത്തേക്കാണ് ഇവിടെ പായസമൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം സേമിയ പായസമായിട്ട് എപ്പോഴും നോക്കിയാലും നമ്മൾ ചെറുപയർ പായസമായിട്ട് ഉണ്ടാക്കൽ. പക്ഷേ ഇതിലെല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കടിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ ഇതാക്കണ ബിസ്ക്കറ്റും പിന്നെ പാൽ ചായ ഉണ്ട് കേട്ടോ. അങ്ങനെ അതാണ് കേട്ടോ പിന്നെ കുടിച്ചത്. അങ്ങനെ ഇതാ അടുപ്പത്താണ് കേട്ടോ കോഴിയൊക്കെ പൊരിച്ചത്. അപ്പോൾ ഒരു ഏകദേശം ഇപ്പം ഞാൻ ഒരു 5 വർഷമൊക്കെ ആയിട്ടോ അടുപ്പ് കത്തിച്ചിട്ട് കേട്ടോ. നമ്മളിപ്പോൾ വീട് മാറി കൊടുത്ത അടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഏതായാലും അടുപ്പൊക്കെ കത്തിച്ചിരിക്കണം. അങ്ങനെ കോഴിയൊക്കെ അവിടെ പൊരിയാൻ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ മക്കൾ 2 പേരും 3 പേരും മാറ്റിയിരിക്കണം. അങ്ങനെ ഇതാ ചെരുപ്പൊക്കെ ഇട്ടിങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ അതാ പിന്നെ 7 മണിയാകുമ്പോഴേക്കാണ് കേട്ടോ ഇവർ പോകുന്നത്. 8:15 8:30 ആകുമ്പോഴത്തേന് പള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കൾക്ക് 3 പേർക്കും പൈസ കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണേ അപ്പോൾ ഈ മക്കളും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തുമോനിതാ പിന്നെ ഓനുണ്ട് കേട്ടോ പുറകിൽ. അങ്ങനെ ഇതാ പിന്നെ നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. പിന്നെ രാവിലെ തന്നെ നല്ല വെയിൽ വേഗം വരും കേട്ടോ. അങ്ങനെ ഇതാ അതിൻ്റെ ഇടയിൽ എൻ്റെ പായസം കൊണ്ട് റെഡി ആയിട്ട് ഞാൻ പിന്നെ ഒരു പോകുമ്പോഴത്തേന് തന്നെ പായസം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ ഒരു കുടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, വറവിടാൻ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ വന്നിട്ട് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണേ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ബിരിയാണിയൊക്കെയുള്ള മസാലയും കൂടി കൂട്ടണം. എളുപ്പം പണി കഴിഞ്ഞ് എന്നാലും പിന്നെ നമുക്കെന്നാ വേഗം ചോറൊക്കെ തിന്നാലോ. പിന്നെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ എടുത്ത് കൊടുക്കാനും അതിനൊക്കെ നമുക്കൊരു സുഖമാണല്ലോ. പിന്നെ പെരുന്നാളാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വേഗം ഉണ്ടാക്കണം, ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാക്കണേ മസാല ഇവിടെ ഏകദേശം പിന്നെ സെറ്റായി വരുന്നുണ്ട്. പിന്നെ ഇതാക്കണം നമ്മൾ കോഴിയൊക്കെ പൊരിച്ച് കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ അടുപ്പത്ത് പൊരിച്ചുകൊണ്ടാണ് എന്താണെന്നല്ല കേട്ടോ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ നമുക്കിവിടെ ചോറും റെഡിയാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ മസാലയൊക്കെ ഇവിടെ ഏകദേശം കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ചോറും വെന്ത് കിട്ടിയിരിക്കണം കേട്ടോ. പിന്നെ ഇതാ നമുക്ക് ഇനി അടുത്തത് മസാല കൂട്ടണം കേട്ടോ. അപ്പോൾ ഞാനിതാ കുക്കറിൽ മസാല കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് പൊരിച്ച കോഴിൻ്റെ അയക്കനായിട്ടിട്ട് കാണുന്നുണ്ട് മസാല സെറ്റാക്കി എടുത്തിട്ടോ. ഇനിയിപ്പോൾ ഇതാ ദമ്മിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന ചോറൊക്കെ ഒക്കെ സെറ്റാക്കി മസാലയൊക്കെ അടിയിലൊക്കെ ഇട്ട് കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടോ. ഇനി ഇത് നമ്മളൊരു ചെറിയൊരു കലാപരിപാടി ഉണ്ടല്ലോ മേലക്കൊണ്ടിടണം, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ഞാൻ 1.5 കിലോനാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നാൽ നമ്മൾ അങ്ങനെ പിന്നെ അയൽവാസികളൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും പിന്നെ അപ്പോൾ പിടിച്ചിട്ട് പിന്നെ നമുക്ക് വെക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ പിന്നെ വൈകുന്നേരം പിന്നെ അനിയൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ എന്നുള്ളത് രാത്രി. അങ്ങനെ ഇതാ പിന്നെ നമ്മൾ ചോറിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കണ്ടോ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഇതാ കുറച്ച് നമുക്ക് പാത്രവും കാര്യങ്ങളൊക്കെ അടുക്കളൊക്കെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ അതൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരു 11 മണിക്കായപ്പോൾ ഇതാക്കണം ഭക്ഷണം കഴിക്കാൻ കേട്ടോ. പിന്നെ മക്കൾക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിലും പോകണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണം ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ അതേപോലെ വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് എപ്പോഴും കഴിക്കാറുള്ളത് കേട്ടോ. പിന്നെ കാക്കല്ലായിരുന്നു കേട്ടോ, അത് അവർ വണ്ടിയിൽ പോയതുകൊണ്ട് പിന്നെ അവർ മാത്രമല്ലായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ഇതാക്കണം ഭക്ഷണം കഴിച്ച് മക്കളതാ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരുങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. പിന്നെ നട്ടുച്ചയായതുകൊണ്ട് നല്ല പൊരിഞ്ഞ വെയിലും ചൂടൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഇതാക്കണം അവർ പിന്നെ അവരെ കൂട്ടുകാരന്മാരെ വീട്ടിലൊക്കെ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പള്ളി കഴിഞ്ഞിട്ട് അങ്ങനെ പോണത് കേട്ടോ. അങ്ങനെ ഇതാക്കണേ പിന്നെ നമ്മൾ അവർ പോയപ്പോൾ വെറുതെ ഇങ്ങനെ വീടും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് വെറുതെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളെ അനിയനും വൈഫും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവരും കുറച്ച് നേരം ഇരുന്ന് കണ്ട് അങ്ങനെ അവർ പോയിട്ട് പിന്നെ ഇവർ വന്നത് പിന്നെ ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞേക്കണം കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും അങ്ങനെ പുറത്തിറങ്ങിക്കൊണ്ട് പോകാൻ കൊടുത്ത സമയമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ പുറത്തിറങ്ങി നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പുതിയത് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇടണില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് എവിടേക്കും പോകാമല്ലോ എന്നും പറഞ്ഞിട്ടോ. അങ്ങനെ ഇത് അതിട്ടുകൊണ്ട് തന്നെ എന്താക്കി ഞാൻ അനിയൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അങ്ങനെ പിന്നെ അവിടെ പോയി കണ്ട് പിന്നെ അത് അയച്ചിട്ടുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതിലാണ്. പിന്നെ അവിടെ പോയപ്പോൾ പടക്കവും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിട്ട് പൂത്തിരി അതൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളും മക്കളൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ ഇതേപോലെ ഇങ്ങനെ പടക്കം പൊട്ടിക്കലും പിന്നെ പൂത്തിരിട്ടിക്കലും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്രാവശ്യം കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചോറും അങ്ങനത്തെ ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അത് അടുപ്പത്ത് അവിടെ ഇതാക്കിയിട്ടാണ് നമ്മൾ പിന്നെ മേലോട്ടാണ് വാർപ്പിൻ്റെ മേലോട്ട് പോയി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ പോയി കണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് നല്ല സന്തോഷമായിട്ടോ. അങ്ങനെയൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ കേട്ടോ.
അങ്ങനെ ഇതാ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. പിന്നെ നിലച്ചക്രവും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചപ്പുറം നമ്മളതിൻ്റെ കുറച്ചപ്പുറം ദൂരെ ആരൊക്കെ അങ്ങനെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ നമ്മളെ ചോറൊക്കെ ഇവിടെ അങ്ങനെ സെറ്റായിട്ടോ. അങ്ങനെ ഇതായത് മോളൊക്കെ നമ്മൾ റിച്ചുവിനെ കിട്ടിയാൽ മതി കേട്ടോ. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതൊക്കെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ വർത്താനം പറയാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ എല്ലാവരും ഒരുമിച്ച് കൂടി നമുക്ക് കുറേ കഥ പറയാനും അങ്ങനത്തെ ഒക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനെ ഇതാക്കുക നമ്മളിതാക്കണ ചോറൊക്കെ വിളമ്പാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാവരും ഒരുമിച്ചിരുന്ന് കണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടാക്കി തരികയാണ് അനിയനെ കേട്ടോ. അങ്ങനെ ഇതെല്ലാവരും യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. 2 വീട്ടിലെ പെരുന്നാൾ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ടാക്കാൻ മറക്കരുത്. താങ്ക് യു.